അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് BJP പ്രതിനിധി, റിട്ടയർഡ് SP KM ആന്റണി എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, വിവിധ ദേശീയ പുരസ്കാരങ്ങൾ കേരളത്തിലെ പോലീസ് സമ്മാനിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഭരണപക്ഷം പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പല അവാർഡുകളും ഇപ്പോൾ സൈബർ ക്രൈം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, അഴിമതി ഏറ്റവും കുറഞ്ഞ സേനയെന്ന് കരുതുന്ന കാര്യത്തിലാണെങ്കിലും, ബുൾഡോസർ രാജ് പോലുള്ള സംവിധാനങ്ങളോ, വ്യാജ എൻകൗണ്ടർ ഏറ്റുമുട്ടലുകൾ കുപ്രസിദ്ധമായൊരു പോലീസ് ഫോഴ്സ് അല്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഭരണപക്ഷം കേരള പോലീസിനെ കുറിച്ച് പറയുന്നു. ദേശീയ തലത്തിൽ തന്നെ മികച്ചൊരു പോലീസിംഗ് സേനയായി കേരളം മാറിയിട്ടുണ്ടോ? ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള പോലീസിനെ അപമാനിക്കാൻ വേണ്ടി ചില പുഴുക്കുത്തികളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന സംഘടിതമായ ശ്രമമെന്നാണ് ഇന്ന് ഭരണപക്ഷം നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയത്തെ പ്രതിരോധിച്ചത്. അത് ശരിയാണോ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്? നോക്കൂ, ആദ്യത്തെ കാര്യം, കേരള പോലീസ് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് എന്ന അവകാശവാദം ശരിയല്ല. നാഷണൽ റാങ്കിംഗ് പ്രകാരം പോലീസ് സ്ട്രെങ്ത്തിൻ്റെയും കപ്പാസിറ്റിയുടെയും എഫിഷ്യൻസിയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരള പോലീസിന് ഇന്ത്യയിൽ 4ാമത്തെ റാങ്കാണുള്ളത്. 1ാം റാങ്ക് തെലങ്കാന സംസ്ഥാനത്തിനാണ്, 2ാം റാങ്ക് ആന്ധ്രാപ്രദേശിനാണ്, 3 കർണാടകയാണ്, 4 കേരളമാണ്, 5 തമിഴ്നാടാണ്. ഈ ആദ്യത്തെ 5 റാങ്കുകളും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കൈയാളുന്നത് എന്നത് ശരിയാണ്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും താഴെയാണ് കേരളം എന്നുള്ളതൊരു വസ്തുതയാണ്. ക്രൈം റേറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലം, അതേപോലെ തന്നെ ഗ്രേവ് ക്രിമിനൽ ഒഫൻസസ്, സീരിയസ് ക്രിമിനൽ ഒഫൻസസ് നടക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ കേരളം 1ാം സ്ഥാനത്തുണ്ട്. പക്ഷേ പോലീസിങ്ങിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണെന്നൊരു അവകാശവാദം നമുക്കില്ല. രണ്ടാമത്തെ കാര്യം, ഈ പൊതുവിൽ തന്നെ പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ മോശമായിട്ടുള്ളൊരു ട്രാക്ക് റെക്കോർഡാണ് ഉള്ളത് എന്നുള്ളത് ഭരണപക്ഷത്തിന് ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം 2016-നും 2024-നും ഇടയിൽ 16 കസ്റ്റോഡിയൽ ഡെത്തുകളാണ്, അതായത് കസ്റ്റഡിയിലിരിക്കുമ്പോൾ മരണപ്പെടുന്ന 16 സംഭവങ്ങൾ കേരള പോലീസിന് കീഴിലുണ്ടായി. അതിൽ 100% വർധനവ് വർഷങ്ങൾ കൊണ്ട് തന്നെ, അതായത് 2018 വരെ 3 കസ്റ്റോഡിയൽ ഡെത്ത്സ് ആണ് ഉണ്ടായതെങ്കിൽ 2019 ഒറ്റയടിക്ക് 8 കസ്റ്റോഡിയൽ ഡെത്തുകൾ, ഒരേ വർഷം 8 കസ്റ്റഡി മരണങ്ങൾ സംഭവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കസ്റ്റോഡിയൽ ഡെത്താണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര വലിയ അളവിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ കുഴപ്പം പിടിച്ചിട്ടുള്ള അവസ്ഥ കേരള പോലീസിനുണ്ടെന്ന് ആരോപിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ പോലീസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം രൂപീകരിക്കുന്നത് തന്നെ വയലൻസ് നടത്താനുള്ള പരമാധികാരം സ്റ്റേറ്റിന് കൊടുത്തിട്ടാണ്. ഈ വയലൻസ്, ഹിംസ നടത്താനുള്ള സമ്പൂർണ്ണ അധികാരം സ്റ്റേറ്റിൽ നിക്ഷിപ്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അത് കൈയാളുന്നൊരു സംവിധാനമാണ് പോലീസ്. പോലീസ് നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പോലീസിന് വ്യവസ്ഥകളോ ചിട്ടകളോ ഒന്നും ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘടനയായി മാറും. പിന്നെ AN മുല്ല, അഹമ്മദാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് AN മുല്ല പറഞ്ഞിട്ടുണ്ട്, പോലീസാണ് രാജ്യത്തെ ഏറ്റവും വലിയ സംഘടിത ക്രിമിനൽ സംഘം എന്ന് പറയുണ്ടായിട്ടുണ്ട്. അങ്ങനെ മാറുന്നൊരു അവസ്ഥയുണ്ടാകും. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തേക്ക് എങ്ങനെയാണ് പോലീസുകാർ പെരുമാറിയിരുന്നുള്ളത് നമുക്ക് നേരിട്ട് കേരളത്തിന് അനുഭവം ഉള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് വീണ്ടും മാറുന്നുണ്ടോ? കുറച്ച് കാലത്തിന് ശേഷം അങ്ങനെ തങ്ങൾക്ക് ആരെയും ഭയക്കാതെ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ കഴിയും എന്നൊരു ധൈര്യം അവർക്ക് വന്നിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഭരണപക്ഷം പറയുന്ന മറുപടികൾ അത്ര തൃപ്തികരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേവലം കണക്കിലെ ചില സാങ്കേതികതകൾ വെച്ചുകൊണ്ട് അവർ കേൾവിക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലും ഇന്ന് ഉണ്ടായത് എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലെ വിമർശനം. ഇവരുടെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത്, ഇവരുടെ പ്രൈമറി ഡിഫൻസ് എന്ന് പറയുന്നത് 144 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഡിസ്മിസ് ചെയ്യപ്പെട്ടിട്ടുള്ള 144 പോലീസ് ഓഫീസർ, പിന്നെ 144 പോലീസുകാരെ ഡിസ്മിസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ ഡിസ്മിസ് ചെയ്യപ്പെട്ടിട്ട പോലീസുകാർ ഈ പറയുന്ന ഗ്രേവ് ക്രിമിനൽ ഒഫൻസസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. ഇത് രണ്ട് കണക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രതീതി നിർമ്മാണമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലുള്ള ആരോപണം. കാരണം നിങ്ങൾ നോക്കൂ, 2021 കേരള നിയമസഭയിൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഗ്രേവ് ക്രിമിനൽ ഒഫൻസസ്, ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ള 744 പോലീസുകാർ സേനയിൽ ഉണ്ട്. അതിൽ 18 പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, 18 പേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 2024 നിയമസഭയിൽ വന്ന് ഇതേ പിണറായി വിജയൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗ്രേവ് ക്രിമിനൽ ഒഫൻസസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ള
കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസുകാരുടെ എണ്ണം 770 എന്നാണ് പറയുന്നത്. അതായത് ഒരു 3 വർഷം കൊണ്ട് 2021 744 ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസുകാരുടെ എണ്ണം 3 വർഷം കൊണ്ട് 770 വർദ്ധിക്കുകയാണ് ചെയ്തത്. 18 ആളെ പുറത്താക്കിയിട്ട് പോലും എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ 144 ആൾക്കാരെ പുറത്താക്കിയത് ഇവരിപ്പോൾ പറയുന്നത് 3 ഹെഡുകളിലായിട്ട് പുറത്താക്കിയിട്ടുള്ള ആളുകളാണ്. ഒന്ന് എന്താണ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഹെഡ് ഉണ്ട്, ശരിയാണ്. 2 പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് ആൻഡ് അതേപോലെ തന്നെ എന്താണ് അഴിമതി അല്ലെങ്കിൽ എന്താണ് കറപ്ഷൻ, ബ്രൈബറി പോലെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മോശം പെരുമാറ്റം, ഉദ്യോഗസ്ഥന്മാരുടെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കൽ, ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തൽ തുടങ്ങിയിട്ടുള്ള ഹെഡുകളാണ്. ഈ 3 കാര്യങ്ങളിലുമായിട്ട് ആകെ പുറത്താക്കിയിട്ടുള്ള പോലീസുകാരുടെ എണ്ണം എടുത്തുകൊണ്ട് ഗ്രേവ് ക്രിമിനൽ ഒഫൻസസിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ പോലീസുകാരെ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്നത് ശരിയല്ല. കാരണം 2021 പിണറായി വിജയൻ പറയുമ്പോൾ അന്ന് 18 പേരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ള 3 വർഷം കൊണ്ടാണോ ബാക്കി ഈ പറയുന്ന 160 ചില്ലാൻ ആൾക്കാരെ നിങ്ങൾ പുറത്താക്കിയത് എന്നുള്ള 2021 വരെ 108 പേരെയും 2021 മുതൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 25 വരെ 36 പേരെയും, അങ്ങനെയാണ് 144. എന്തായാലും 108 അത് അന്നത്തെ മാതൃഭൂമിയിലും ഇന്ത്യൻ എക്സ്പ്രസിലും എല്ലാം വന്ന വാർത്തയിൽ അത് 108 എന്നുള്ളത് നേരത്തെ തെറ്റുന്നതോ ഈ പറയുന്ന അത് ആ വർഷത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്നു ആ ഒരു 1-2 വർഷത്തെ കണക്ക് മാത്രമാണെന്ന് തോന്നുന്നു. മൊത്തം 108 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 36. അതാണ് കണക്ക്. ഏതായാലും എൻ്റെ കയ്യിൽ അന്നത്തെ 2021 പിണറായി വിജയൻ്റെ നിയമസഭാ പ്രസംഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 3 മാധ്യമങ്ങളുടെ റിപ്പോർട്ടുണ്ട്. അതിൽ ഒന്ന് ഹിന്ദു ആണ്, ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്, ഒന്ന് മാതൃഭൂമിയാണ്. ഈ 3 വാർത്തകളിലും പറയുന്നത് 18 വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതിൽ വന്നത് അതുപോലെ വായിച്ചു തരാം. The Indian Express വന്ന സ്റ്റേറ്റ്മെന്റ്, as many as 744 police officers in the state are accused in different criminal cases and 18 of them have been dismissed from service so far. അത് ഇതിൽ വന്നതാണ്. മാതൃഭൂമിയിലെ വാർത്ത ഇങ്ങനെയാണ്: കണക്കുകൾ തെളിയിക്കുന്നത് 18 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനോടകം തന്നെ ക്രിമിനൽ കേസിലെ പങ്കാളിത്തത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടു. മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. ശരി, എല്ലാ മാധ്യമങ്ങൾക്കും തെറ്റിയതായിരിക്കും. ബ്രൈബറി, ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി, ഉദ്യോഗസ്ഥരുടെ സേവനത്തിന് ചേരാത്ത പെരുമാറ്റങ്ങൾ, ഇതെല്ലാം കൂടി മറ്റു കാറ്റഗറി ഉണ്ടല്ലോ, അതെല്ലാം കൂടി ആയിരിക്കാം. കണക്കുകൾ 144 ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ കണക്ക് വെച്ച് സർക്കാരിന് ഈ പറയുന്ന വീഴ്ചകളെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ല, എൻ്റെ ഉത്തരം ഈ പറയുന്ന ക്രിമിനൽ കേസസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. 2018-19 കണക്ക് പ്രകാരം അത് 690 ആയിരുന്നു. 2021 കണക്ക് എത്തിയപ്പോൾ അത് 744 2025 നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം അത് 770 അതായത് ഇവർ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നു, വലിയ നടപടി എടുക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഫോഴ്സിലുള്ള കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്ന, അവരെ നിലനിർത്തുന്ന, അവരെ ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. ഇപ്പം എങ്ങനെയാണ് ഇവർക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസ് പ്രതികളെ പോലീസിലേക്ക് കയറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിൽ പ്രതിയായിരുന്ന ശിവരഞ്ജിത്തും നസീമും ഒക്കെ എങ്ങനെയാണ് കേരള പോലീസ് എൻട്രൻസിൽ 1ാമത്തെ റാങ്ക് മേടിച്ചിട്ട് അവർ സർവീസിൽ കയറുന്നതും 2ാമത് അതേ പരീക്ഷ അവരെ കൊണ്ട് എഴുതിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാൻ പറ്റാതിരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഉത്തരങ്ങൾ എഴുതിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. വ്യാപം അഴിമതിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത് മൊത്തത്തിലൊരു സിസ്റ്റത്തിന്റെ എററല്ലേ? അല്ല, നോക്കൂ എന്തിനാണ് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ലോകത്ത് വേറെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് താരതമ്യം കൊണ്ട് ഈ പ്രശ്നം ഇല്ലാണ്ടാവുന്നുണ്ടോ? മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആളുകൾ കൂട്ടമായിട്ട് കോപ്പി അടിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവിടെ കുത്തുകേസ് പ്രതികൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കേരള പോലീസ് പരീക്ഷയിൽ 1ാം റാങ്ക് മേടിക്കുന്നത് തെറ്റല്ലാതെ ആവുന്നുണ്ടോ? സൃഷ്ടിക്കുന്നില്ല. അതൊന്നും പറയുന്നത് ബാലൻസിംഗ് ആണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നുള്ളത് ശങ്കുട്ടിദാസ് തന്നെ സമ്മതിക്കുമല്ലോ.
ഞാനതൊന്നും സമ്മതിക്കുന്നില്ല. കേരളത്തിലെ PSC രാജ്യത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. യഥാർത്ഥത്തിൽ ജോലി കൊടുക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്ന സ്ഥാപനമാണ്. PSCക്ക് അതീതമായിട്ട് അപ്പോയിന്റ്മെന്റുകൾ നടക്കുകയും PSC മെമ്പർമാരുടെ ശമ്പളം മാത്രം ഇരട്ടിയായി വർദ്ധിക്കുകയും അത് മറ്റൊരു ഡിബേറ്റാണ്. നമുക്ക് അതിലേക്ക് പോകണമെന്നില്ല. ഞാനൊന്ന് കെ മാന്റണിയിലേക്ക് പോയിട്ട് ശങ്കുട്ടിദാസ് കെ മാന്റണിയിലേക്ക് പോയിട്ട് വരട്ടെ. അങ്ങ് പറഞ്ഞ ആ ആർഗ്യുമെന്റ് അവസാനിപ്പിക്കാമെങ്കിൽ അങ്ങ് പറയുന്നതനുസരിച്ച് ഓരോ വർഷവും ക്രിമിനൽ കേസുകളിൽ പെടുന്ന ഗ്രേവ് മിസ്കണ്ടക്ട് ഉള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുന്നു. അതാണ് താങ്കളുടെ ആർഗ്യുമെന്റ്. എൻ്റെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. ഈ പറയുന്ന 2018-2023 കാലത്തിനിടയിൽ കേരള പോലീസിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ വന്നത് 3554 പരാതികളാണ്. ഈ 3554 പരാതികളിൽ 1500 പരാതികളിൽ മാത്രമേ അന്വേഷണം സംഭവിച്ചിട്ടുള്ളൂ. അതിൽ കേവലം 6 പേർക്കെതിരെ മാത്രമാണ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഉണ്ടായിട്ടുള്ളത്. വലിയൊരു വിഭാഗം ആളുകൾക്കെതിരെ യാതൊരു നടപടി എടുക്കാൻ തയ്യാറായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പോലീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാനുള്ള സംവിധാനം എന്താണ്? പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതൊരു പല്ലില്ലാത്ത പുലിയാണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് എ ടൂത്ത്ലെസ് ടൈഗർ. കാരണം അവർക്ക് റെക്കമെൻഡറി ആയിട്ടുള്ള അധികാരം മാത്രമേ ഉള്ളൂ, നിർദ്ദേശിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് അവർക്കൊരു നടപടി എടുക്കാൻ സാധിക്കില്ല. ഈ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് സ്വന്തമായിട്ടുള്ള ഒരു അന്വേഷണ വിഭാഗം 2016 മുതലില്ല. ഒരു ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടെങ്കിൽ പോലും 2016 ശേഷം അവിടെ അപ്പോയിൻമെന്റ് നടന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ്, ഇവർക്ക് അന്വേഷണത്തിന് വേണ്ടി പോലീസിനെ തന്നെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അതായത് പോലീസിനെതിരെ വരുന്ന പരാതികൾ പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വിചിത്രമായിട്ടുള്ള പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പോലീസിന് മേലെ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനം, ഒരു സംവിധാനം ഞങ്ങൾ തന്നെ ഇന്ന് പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ നോൺ പോലീസിംഗ് കേഡറിൽ നിന്നുള്ള ആളായിരിക്കണം. അങ്ങനെയല്ല സംഭവിക്കുന്നത്. 2022 മുതൽ ആ കംപ്ലയിന്റ് പോലീസ് അതോറിറ്റിയെ ആ അർത്ഥത്തിൽ വന്ധ്യംകരിച്ചിരിക്കുകയാണ് എന്നൊരു വാദം ഇവിടെയുണ്ട്.